ഞാൻ ഇവിടെ കാലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒളിവിലാന്ന് ഞാൻ വാർത്ത കണ്ട് ഞാൻ തന്നെ ഞെട്ടി. എനിക്കപ്പോൾ മനസ്സിലായി ഇമാരെന്തോ പ്ലാൻ ചെയ്യുന്നത്. ഡവറകളൊരു ഡയലോഗ് ഉണ്ടല്ലോ, നല്ലത് ചെയ്താൽ നല്ലത് വരും. ചെകുത്താനാണോ ആറാട്ടനാണോ ഈ ഡവറകളിയാണോ അതോ ഈ പിടിക്കപ്പെട്ട നടന്മാരാണോ മോശക്കാർ? ഈ അറസ്റ്റ് നടന്നിട്ടില്ല. ഒന്നാമത് ഞാൻ ഒളിവിൽ പോയിട്ടില്ല. തെറ്റായ വാർത്തയാണ് പ്രചരിച്ചിരിക്കുന്നത്. അതൊന്നും തടയാനും പറ്റുന്നില്ല, പിടിക്കാനും പറ്റുന്നില്ല. ആകെ കിട്ടുന്നത് യൂട്യൂബറായ ചെകുത്താനെയും ആറാട്ടണനെയും സഞ്ജുട്ടിക്കുകയും തൊപ്പിയൊക്കെയാണ്. സ്ത്രീകൾ അന്ന് പരാതി പറയാതെ ഇപ്പൊ കുറെ നാളുകൾ എടുത്തിട്ട് ആ ഒരു പരാതിയായിട്ട് വരുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അവർക്കിപ്പോ ഞാൻ മനസ്സിലായി എപ്പോഴാണോ പേടിച്ചിട്ടും അതും ഉണ്ടാവും. കാരണം അവർക്ക് വേറെ വഴിയില്ലല്ലോ. നിവൃത്തികേടാണല്ലോ ഒരു പ്രശ്നം. താനൊരു നിവൃത്തികെട്ട ഒരാളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്. ആ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ആൾ. ഇപ്പം ഞാനാന്ന് വിചാരിക്കുക, എൻ്റെ അടുത്തോട്ട് ഒരാളൊരു നിവൃത്തിയോട് കൊണ്ടുവരുമ്പോൾ ഞാൻ അത് ചെയ്യുന്ന ഒന്നാമതേ തെറ്റാ. പക്ഷെ ആ തെറ്റിന് കൂട്ടു നിൽക്കാനും പാടില്ല ആരും. അങ്ങനെ ഉണ്ടായാലും ഈ സംഭവം ഒരിക്കലും നടക്കത്തില്ല. ഒരാളിത് ചെയ്താൽ അടുത്ത ദിവസം അവനെ തീർക്കാമെങ്കിൽ പിന്നൊരുത്തും ചെയ്യത്തില്ല. പക്ഷെ ഇത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വീക്കാന്ന് പറയുന്നുണ്ട്, അവർക്ക് പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു വീക്ക്നെസ് ഇല്ല. തീർത്തും അത് റിജക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താലേ സ്ത്രീകൾ മൊത്തത്തിൽ സുരക്ഷിതരാകത്തുള്ളൂ. അല്ലാതെ ഒരു സ്ത്രീകളെന്നല്ല പുരുഷനാണല്ലോ ആരാണേലും എല്ലാ മനുഷ്യരും മനസ്സിലായി ഇങ്ങനെ അനീതിയോ അക്രമമോ എതിർക്കണം. അത് എതിർക്കാതിരുന്നാൽ അത് പലയിടത്തും സംഭവിക്കും. എനിക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ ഇയാൾക്ക് അപ്പുറത്തിരിക്കുന്ന ആർക്കൊക്കെയോ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് പറ്റിയത് അവർ പറയാതിരുന്നിട്ടും മിണ്ടായിരുന്നിട്ടും പ്രതികരിക്കാതിരുന്നാൽ ചിലപ്പോൾ നാളെ എനിക്കിതും പറ്റും. എല്ലാവർക്കും ഇത് പറ്റും. നമ്മൾ ആരും അങ്ങനെ സേഫാന്ന് വിചാരിച്ച് ഇവിടെ ജീവിക്കണ്ട. ഇവിടെ ക്രിമിനൽ കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിനകത്ത് 6700 സംതിങ് മിസ്സിങ് കേസസാണ്. ജൂലൈ ആയപ്പോൾ 2024 ജൂലൈയോടുകൂടി ഇത്രയും മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഇതും എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അതൊന്നും തടയാനും പറ്റുന്നില്ല, പിടിക്കാനും പറ്റുന്നില്ല. ആകെ കിട്ടുന്നത് യൂട്യൂബറായ ചെകുത്താനെയും ആറാട്ടണനെയും സഞ്ജുട്ടിക്കുകയും തൊപ്പിയൊക്കെയാണ്. ഇവിടെ ഭയങ്കര ഭീകരന്മാരായിട്ട് അറസ്റ്റ് ചെയ്തതും ശിക്ഷിക്കപ്പെട്ടവരുമായിട്ട് കാണപ്പെടുന്ന ആൾക്കാർ. ഇത് ഇത്രയും ലക്ഷം കേസിനിടയിൽ എനിക്ക് ആ ഫോട്ടോ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അജുവിനെതിരെ കേസ് കൊടുത്തത് സിദ്ദിഖാണ്. അപ്പോ സിദ്ദിഖിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അജുവിന് എന്താ തോന്നുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അയാളുടെ അവസ്ഥ അയാൾ ഉണ്ടാക്കിയതാ. എൻ്റെ അവസ്ഥ ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. എനിക്കങ്ങനെ അതിനകത്തൊന്നും ഇപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രേ സംഭവിക്കത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിനകത്തൊന്നും എടുക്കാനില്ല അവർക്ക്. പക്ഷെ മറ്റേ കേസ് അങ്ങനല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവരവർ ചെയ്യുന്നതിന് മറ്റേ ഇത് പറയത്തില്ലേ, എന്തോ ഡവറകളൊരു ഡയലോഗ് ഉണ്ടല്ലോ, നല്ലത് ചെയ്താൽ നല്ലത് വരും. അത്രേ ഉള്ളൂ. എന്താ പറയാ, ആ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ളാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ചെകുത്താനാണോ ആറാട്ടനാണോ ഈ ഡവറകളിയാണോ അതോ ഈ പിടിക്കപ്പെട്ട നടന്മാരാണോ മോശക്കാര്? നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വലിയ തെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതാ എന്നും അങ്ങനെയാണ്. ഇവിടുത്തെ മുഴുവനായിട്ടുള്ള ക്രൈംസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ കോടതി പോയി നിന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ആൾ ജഡ്ജാണ്. ഇവിടെ നടക്കുന്ന തെറി അടിയും നമ്മൾ ആ കോടതി പോയി നിൽക്കുമ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അടി നടക്കുമ്പോൾ പറയുന്നത് തെറി എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അബ്യൂസുകൾ നടക്കുമ്പോൾ പിടിച്ചതും തട്ടിയതും മുട്ടി ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുക. ഇതൊക്കെ അവരൊക്കെ വായിക്കുക. കോടതിയിലൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയും അല്ല അവൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനെ ഈ വാദവും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഭയങ്കര ഭീകര അന്തരീക്ഷമാണ് ശരിക്കും. അപ്പോൾ അതിനിടയിൽ ഈ ഇപ്പോൾ ആറാട്ടെണ്ണം പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലായല്ലേ, നമ്മൾ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തെറി പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും കാണുന്നത് ഞാൻ തെറി വിളിച്ചെന്നാ വാർത്തയ്ക്കകത്ത്. പക്ഷെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. തീർത്ത് പറയും, തെറി വിളിച്ചിട്ടില്ല. ഇപ്പോ ചെകുത്താനും ആറാട്ടണ്ണനും തൊപ്പിയും ഒക്കെ ഒരു കേസിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോ നടപടികൾ കേസ് പോലീസ് ഒക്കെ ഇടപെടുന്നുണ്ട്, പെട്ടെന്ന് ഇടപെടും, ഊർജിതമായി അന്വേഷിക്കും. പക്ഷെ ഇപ്പോ ഉള്ള ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരുടെ പേരുകളൊന്നും പുറത്തു വരുന്നില്ല. എല്ലാവരുടെ പേരുകളും ഇല്ല. ഞാൻ അതിനകത്ത് ഇന്നലെ ഒരു രീതിയിലാണ് കൂടുതലും പുറത്തു വരുന്നത്. അപ്പോ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊരു അനീതിയല്ലേ? ഒരു അനീതി എന്നുള്ളത് അത് നടന്നു മനസ്സിലായി എല്ലാവർക്കും. ഇതിപ്പോൾ എന്നോട് കാണിച്ചത് എന്താ, എന്നെ പിടിച്ചോണ്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് എടുക്കുന്നൊരു ഫോട്ടോ എന്താ ഇവരുടെ ആരും എടുക്കാൻ പറ്റാത്തത്? എൻ്റെ കേസ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഞാൻ ആദ്യത്തെ ലൈവ് ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ രവി അറസ്റ്റിലാവുന്നുണ്ട്, പണത്തട്ടിപ്പ്, സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. അയാളുടെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ടില്ല.
ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളെല്ലാവരും പോപ്പുലറാണ്. ഞാൻ പോപ്പുലറാണ്, ആറെണ്ണം പോപ്പുലറാണ്, നടന്മാർ പോപ്പുലറാണ്. പക്ഷേ നമുക്കിത് പോപ്പുലാരിറ്റിയുടെ ഒരു മെച്ചം ഇവിടെ ഉണ്ടാകത്തില്ല. നമുക്ക് നമ്മളെ കൊണ്ട് നിർത്തിയാലും ഭയങ്കര അറ്റൻഷനാണ്, ഈ വാർത്ത ഓടും. പിന്നെ ആരൊക്കെ ഇടപെട്ടു, അവരൊന്നും ഭയങ്കര ശക്തരായ ആൾക്കാർ ശക്തമായ നടപടി എടുത്തെന്നൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷേ സാധാരണക്കാർ കാണുന്ന എല്ലാവരും എന്താ, ഇവനും കുറേ നാളായിട്ട് ഇതിനകത്ത് ഇരുന്നുണ്ട് ഭയങ്കര വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരും തമ്മിൽ. അവരുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, മനസ്സിലായില്ല? അവർ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നതല്ല എന്ത് രീതിയിലാണ്. പൈസ കൊടുത്തിട്ടാണെങ്കിലും മറ്റേ കിങ്ങിലെ ഡയലോഗ് ഞാൻ പറയാം, കാറും മാറും മൂത്ത പണവും എന്നൊക്കെ പറയുന്ന പോലെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരും അതുപോലത്തെ വേറെ നമ്മുടെ സർക്കിൾ പോലത്തെ സർക്കിൾസ് അല്ല ഇവരിടപെടുന്നത്. അത് വലിയ വലിയ ഉന്നത തലങ്ങളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം വരും. ആ വ്യത്യാസമാണ് നമ്മൾ തമ്മിലുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ പവർ കൂടുതൽ പൈസയുടെ അടുത്താണെങ്കിൽ അവരെ തൊടാൻ പേടിക്കും. ഇപ്പം എൻ്റെ ഈ വാർത്ത വരുന്നത് ഞാനിങ്ങനെ ഒരു സംഭവത്തിൽ പെട്ട് കഴിയുമ്പോൾ എന്തുവാണ് അത്, ഞാൻ എൻ്റെ ഉണ്ട്, ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാൻ വേണമെങ്കിൽ. അതായത് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയയിൽ വരുന്ന വാർത്ത, ചെകുത്താൻ അജു അലക്സ് എന്ന യൂട്യൂബർ, ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറെ മോഹൻലാലിനെ അധിക്ഷേപിച്ചെന്നും മിലിറ്ററിയെ അപമാനിച്ചെന്നും പറഞ്ഞ കേസിൽ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അറസ്റ്റ് നടന്നിട്ടില്ല. ഒന്നാമത് ഞാൻ ഒളിവിൽ പോയിട്ടില്ല. തെറ്റായ വാർത്തയാണ് പ്രചരിച്ചിരിക്കുന്നത്. നടന്നിട്ടുണ്ടെന്ന് പറയും. ഇന്നലെ ഒരു കളർഫുൾ ഫോട്ടോയിൽ ഭയങ്കര ഭംഗിയായിട്ടൊരാളുടെ ഫോട്ടോ വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ അയാൾക്കെതിരെയുള്ള പരാതി എന്താണെന്നൊക്കെ അറിയാം. വെറുതെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞൊന്നുമല്ല. ഈ പറഞ്ഞ പ്രതികൾ എന്നല്ല, ഇപ്പോഴത്തെ പ്രതികൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. കുറ്റവാളി എന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അറിയാത്തതുകൊണ്ട് വിളിക്കുന്ന. അപ്പം ഇപ്പോഴത്തെ ആളുകളുടെ ഫോട്ടോ വരുന്നു. രണ്ടുപേരും ഒരേ അവസ്ഥയിലുള്ളവരാന്നേ. ഫോട്ടോ വരുമ്പോൾ അവിടെ കാണിച്ചേക്ക് വളരെ കളർഫുൾ ഒരു ഫോട്ടോ, സിദ്ദിഖ് രാജിവെച്ചത്. മനസ്സിലായോ? അത് മലയാള മനോരമ പോലത്തെ ചാനലുകളാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ഏഷ്യാനെറ്റ്, മലയാള മനോരമ മെയിൻ ചാനൽ. ഇവർ മാധ്യമ ധർമ്മം എന്നൊക്കെ പറയും, ഇത് മാധ്യമ അധർമ്മമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അമേധ്യമ പ്രവർത്തനം എന്നൊക്കെ മാറ്റി എഴുതേണ്ടതായിട്ട് ആവശ്യം വരും ഇങ്ങനെ പോയാൽ. കാരണം അതാണ് അവർ ചെയ്യുന്ന പണി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കിട്ടുമ്പോൾ പോലീസാണേലും എന്താ ചെയ്യുന്നത്, എൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ് അവിടെ നിന്നവർക്ക്. അത് പ്രചരിപ്പിക്കുന്നത് പോലീസ് എടുത്ത ഫോട്ടോയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും പല ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിച്ചത്, അല്ലാതെ വേറെ ആരും വന്ന് എടുത്തതല്ലത്. ഇവർ ഇതേ പോലീസുകാർ തന്നെയാണല്ലോ ഇപ്പുറത്ത് നിൽക്കുന്നത്. അവർക്ക് എന്താ ഇവരുടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത്? ഈ രവിയുടെ ഫോട്ടോ എന്തെടുക്കാൻ, അല്ല ഈ പറഞ്ഞ സിദ്ദിഖിൻ്റെ ഫോട്ടോ എന്തെടുക്കാൻ? അവിടെയൊക്കെ കളർഫുൾ ഫോട്ടോ, അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ടെന്ന്, നല്ല ഗ്ലാമർ. അതെ, കാണിച്ചു തരാം. ഇത് കണ്ടോ? നമ്മളെ പറ്റിയാണ് ഇത് വരുന്നതെന്ന് വിചാരിക്കുക. ഈ സ്ഥാനത്ത് എൻ്റെ പടമാണെന്ന് വിചാരിക്കുക. അതിന് അവരെഴുതാൻ പോകുന്ന ടൈറ്റിൽ, നടിയുടെ പീഡന പരാതിയിൽ ചെകുത്താൻ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കി. മനസ്സിലായോ? അവരങ്ങനെ എഴുതി വെക്കും. രാജിവെച്ചാലും അങ്ങനെ എഴുതത്തുള്ളൂ. ഈ പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുന്നത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അതിനാണ് ആദ്യം എന്നെ ഒളിവി വിട്ടത്. ഞാൻ ഇവിടെ കാലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒളിവിലാന്ന് ഞാൻ വാർത്ത കണ്ട് ഞാൻ തന്നെ ഞെട്ടി. എനിക്കപ്പോൾ മനസ്സിലായി ഇവന്മാരെന്തോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒളിവിലായി. അത് ഞാൻ തന്നെ ഇതൊക്കെയാണോ ഒളിവ്? എന്നിട്ട് പോട്ടെ, അടുത്ത ദിവസം രാവിലെ വാർത്ത, ചെകുത്താനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതായത് ഒളിവിൽ പോയാൽ വീട്ടിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ സുകുമാരക്കുറുപ്പിനെ വേറെ എങ്ങും അന്വേഷിക്കേണ്ട, അവർ കേരളവും ഇന്ത്യ മുഴുവൻ അന്വേഷിച്ച് വീട്ടിൽ കാണും ചിലപ്പോൾ. ഇവരുടെ അന്വേഷണ രീതി വെച്ചിട്ട് മനസ്സിലായി SHO ഊർജിതമായി അന്വേഷിച്ചേക്കുന്നു വാർത്ത പ്രകാരം. അങ്ങനെ അന്വേഷിച്ച് കേരളത്തിൽ എങ്ങും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്നാ വീട്ടിൽ കാണും. അപ്പോഴാണ് രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇല്ല, അറസ്റ്റ് ആക്കുക അങ്ങനെയൊന്നും പരിപാടി കണ്ടാൽ നിങ്ങൾ തോന്നുന്നുണ്ട് ഈ ഒരു ഫോട്ടോയാണ് വരുന്നതെന്ന്. അവിടെ എന്തോരം വീഡിയോ വരും ഇമാരെല്ലാം കൂടെ. ജയിലല്ല, ലോക്കപ്പാണ്, ലോക്കപ്പാ. അത് ആ സ്റ്റോറി അങ്ങനെ പാരലായിട്ട് ഇത് കൊണ്ടുവന്ന് മീഡിയ കാണിക്കുന്ന പരിപാടി. അത് അല്ലാതെ കേസിൽ പോലും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട വകുപ്പുകളേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും രസമുള്ള ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനം തന്നെ കലാപാഹ്വാനം. അതായത് മോഹൻലാൽ എന്ന നടൻ്റെ ആരാധകരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന്. അങ്ങനെയൊക്കെ ഒരു കലാപം ഉണ്ടായോണ്ടല്ലോ നമുക്ക് ഈ നാട്ടിൽ പിന്നെ നിൽക്കണ്ട, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോണം. അങ്ങനെയൊക്കെ ഒരു കലാപം ഉണ്ടായാലും. ഇപ്പോ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോ അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് അജുവിന് തോന്നുന്നത്? ഇതിനകത്തിപ്പോൾ ആരൊക്കെ എന്തൊക്കെയാ ചെയ്തേക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. പലർക്കും ഒന്നും ഓർമ്മയില്ല, എല്ലാവരും മറന്നുപോയെന്നാ പറഞ്ഞത്. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നത് കണ്ടില്ലേ? അപ്പോൾ ആർക്കും അറിയത്തില്ല ഇനി എന്ത് രീതിയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ രീതികൾ മനസ്സിലായി. ഇതൊരു പെണ്ണ് മാത്രമല്ല,
പൈസ തട്ടിപ്പ്, കള്ളപ്പണം, ഗുണ്ടായിസം, ഡ്രഗ്സ്, എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ആരെങ്കിലും ഒരാളുടെ പേരിൽ ഒന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ, 10 വന്നിരിക്കാം. മനസ്സിലായോ? അത് 10 പെണ്ണ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആണോ പെണ്ണോ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ വന്നെന്ന് കാക്കയൊക്കെ വരും എന്നെ പീഡിപ്പിച്ചെന്നാണ് കല്ലെടുത്ത നിയമന്മാര്. അതിൽ പട്ടിയൊക്കെ വിഷം വെച്ച് കൊല്ലുന്നത് ദ്രോഹമല്ലേ? അല്ല ഞാൻ പറയുവാ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. അത്രയൊന്നും സ്ത്രീകൾ ഇവരെ പീഡിപ്പിക്കപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീയല്ല കുട്ടികളാ. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ പട്ടികളാണ്, ഇവിടെ പൂച്ചയൊക്കെയാ. അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ അതുപോലെ എടുത്തിട്ട് റോഡിൽ കളയുന്നത് ഒന്നും കണ്ടിട്ട് ആർക്കും ഒരു വിഷമവും തോന്നുന്നില്ലേ? അത് കഴിഞ്ഞേ സ്ത്രീകൾ വരുന്നുള്ളൂ. എൻ്റെ നോട്ടത്തിൽ ഇതാ നടക്കുന്നത്. ഈ 2 കാര്യങ്ങളെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നെന്ന് കുട്ടികൾക്കും അറിയത്തില്ല, പീഡിപ്പിക്കുന്നവർക്കൊട്ട് അറിയത്തില്ല ഇത് പീഡനമാണ്. ആ അവസ്ഥയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ട മൃഗങ്ങളെല്ലാം വിഷം വെച്ച് കൊല്ലുന്നു, ഏതാണ്ട് ആരെയോ കടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അവർക്കെതിരെയുള്ള പരാതിക്കകത്ത് മൃഗങ്ങൾ വരും, മനസ്സിലായോ? പിന്നെ ബീഫ് തിന്നെന്നും പറഞ്ഞുകൊണ്ട് പശുക്കൾ വരും, മനസ്സിലായില്ലേ? അങ്ങനെ പോത്തിനെ അവർ ഉപയോഗിച്ചപ്പോൾ സിനിമയിലൊക്കെ പോത്തിനെ ഉപദ്രവിക്കുന്നത് അല്ല വേണ്ട, ഇത് നോ ആനിമൽസ് ആർ ഹാംഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ ഒരു ഉപദ്രവം ഉണ്ടായെന്ന് ആർക്കറിയാം. പോത്തിന് ഇൻസൾട്ടായി. പോത്തിൻ്റെ കുടുംബത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിനെ ഒരു നികൃഷ്ട ജീവിയായി കാണിച്ചതിൽ പോത്ത് അങ്ങനെ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല. പക്ഷെ ഒരു പോത്ത് കാരണം ഭയങ്കര ദുരന്തം നാട്ടിലുണ്ടായെന്ന് സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ആ പോത്തിനെ അതിൻ്റെ നാട്ടിലൊക്കെ ചെന്നപ്പോൾ ഭയങ്കര അപമാനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് പോത്ത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല അതും വരും, മനസ്സിലായി? കൊതുകൊക്കെ വരും ചിലപ്പോൾ ഇവർക്കെതിരെ പരാതിയായിട്ട്. ഞാൻ ചുമ്മാ പറയുന്നല്ല, ഞാനിങ്ങനെ തിന്ന് ബീഫൊക്കെ തിന്നുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അതിനോട് ഞാനൊരു രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കത്തില്ല. അത് സ്നേഹത്തോടെ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അതിവിടെയുള്ള പട്ടികൾക്കൊക്കെ അറിയാം എന്നെ. ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ വേണേൽ കാണിച്ചു തരാം. ഞാൻ പോകുന്ന സ്ഥലത്തുള്ള എല്ലാ പട്ടികൾക്കും എന്നെ അറിയാം, മനസ്സിലായില്ലേ? അവിടെ എൻ്റെ സൈഡിൽ കൂടെ ജീവിക്കുന്ന പ്രദേശത്തുള്ള പശുവിനും ആടിനും പോത്തിനും എന്നെ അറിയാം. അവർ എൻ്റെ അടുത്ത് വരും, മിണ്ടും, ഞങ്ങൾ കഥയൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ പോകാറുള്ളൂ. കാസിനോവ അന്ന് ആറാട്ടെണ്ണാണ്. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഞാൻ എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാൻ ആരോടും ഒരു പീഡനവും ഇല്ലടൂ. എന്നെ വേണമെങ്കിൽ കുറച്ചു നേരം പീഡിപ്പിച്ചാൽ പോലും ഞാൻ പരാതിപ്പെടുവോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളല്ല, മനസ്സിലായല്ലേ? ഞാൻ ആരോടും അങ്ങനെ ഇടപെടത്തില്ല. ഒരു മനുഷ്യനോട് ആ രീതിയിൽ ഇടപെടുന്നില്ല. മനുഷ്യനോടും ഇല്ല, മൃഗങ്ങളോടും ഇല്ല. പിന്നെന്തിനാ നമ്മൾ മേടിക്കുന്നത്? മനസ്സിലായോ? അതിപ്പോൾ ആണായാലും പെണ്ണായാലും എന്ത് സാധനമാണേലും ഞാൻ ഒരാളെ ഉപദ്രവിക്കുന്ന പരിപാടി വളരെ കുറവാണ്. അത് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. ഇനി അറിയാതെ പറ്റിപ്പോയാൽ പോലും അതിനകത്തൊരു കറക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ ശ്രമിക്കും. ഇനി മാനസികമായിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞത് ശരിയായില്ല. എന്നോട് ഒത്തിരി പേര് ഈ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില വീഡിയോ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അവരോട് പറയാതെ അറിയാതെ, ഞാൻ അത്രയും വിചാരിച്ചില്ല. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ ഇടാൻ തോന്നിയോണ്ടെങ്കിൽ കിട്ടുന്നേ ഉള്ളൂ. ഞാൻ വീഡിയോ റിമൂവ് ചെയ്യും. ഞാൻ എന്നിട്ട് വീഡിയോ റിമൂവ് ചെയ്യും. എന്ത് ചെയ്യാനാ, നമ്മളത്രയും വിചാരിക്കത്തില്ലല്ലോ. ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീഡിയോ കാരണം. നമ്മളെടുക്കുന്ന എന്താ ഇവർ പറഞ്ഞത് വെച്ചിട്ട് ഒരു ട്രോള് പോലത്തെ ഒരു വീഡിയോ അല്ല, അങ്ങനത്തെ അല്ലാത്ത വർത്താനം അവിടെ വെച്ച് ഇത്രയും ആകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ 1-2 പേര് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ അങ്ങ് എവിടെയൊക്കെ ചെന്ന് റിമൂവ് ചെയ്യാൻ തന്നെ റിമൂവ് ചെയ്യും. അവരായിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും, എങ്ങനെയുണ്ട് സുഖമാണ്, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും. അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇമാതിരി പരിപാടിയൊന്നും എൻ്റെ കയ്യിൽ നിന്നില്ല.